വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. മാത്സ് സ്പേസിൻ്റെ +2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ഡിസ്കഷനെ കുറിച്ച് ഞാൻ പറയാം. അതിലൊന്ന് നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഓർഡർ പെയർ 11ൻ്റെ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓർഡർ പെയറുകളുടെയൊക്കെ പോയിന്റ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ റിലേഷൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ച് എക്സാമ്പിൾസ് ഓഫ് റിലേഷൻസ് വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഡൊമെയിൻ ഓഫ് റിലേഷൻ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോഡൊമെയിൻ പറയുന്നുണ്ട്. റേഞ്ച് ഓഫ് റിലേഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് കാർട്ടീഷ്യൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ഐഡൻറ്റിറ്റി റിലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എംപ്റ്റി റിലേഷൻസ് ഉണ്ട്. യൂണിവേഴ്സൽ റിലേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻവേഴ്സ് റിലേഷൻസ് ഉണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുണ്ട്, എക്സാമ്പിളുകളുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടുണ്ടാവുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലിട്ട് സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ക്ലാസ് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. അതിൽ റിലേഷനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വാൻസ് ലെവലിലോട്ട് നമ്മൾ ഇത് രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഇയറിലെ ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത. ഇപ്പോൾ റിലേഷൻസ് ഫങ്ഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ റിലേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ ടെക്നിക്കൽ ടേംസ് പറയാം. റിഫ്ലെക്സീവാണ്, സിമെട്രിക്കാണ്, ട്രാൻസിറ്റീവാണ്. എന്നിട്ട് അതിൻ്റെ വെച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളും അവസാനം ഇക്വലൻസ് റിലേഷനിലോട്ട് എത്തുകയും ചെയ്യുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഈ വർഷം നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഫങ്ഷൻസിലോട്ട് കിടക്കുമ്പോൾ രണ്ടാമത് അത് 1-1 ഫങ്ഷൻ, ഓൺ-ടു ഫങ്ഷൻ, ഇൻ-ടു ഫങ്ഷൻ, മിനിമം ഫങ്ഷൻ, ബൈജക്റ്റീവ്, ഇങ്ങനെയുള്ള ചില അപ്ഡേഷൻസുമാണ് നമുക്ക് ജനറലി ഇതിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കുള്ളത്. അലക്സ് ഈസ് ദ ഫാദർ ഓഫ് ഫെലിക്സ്. ഇതൊരു മാത്തമാറ്റിക്കൽ സെൻറ്റൻസാണ്. നോക്കി, മോഡേൺ മാത്സിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നത്, മോഡേൺ മാത്സ് പഠിക്കുമ്പം നമ്മളോട് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് റിട്ടൺ ആയിട്ടൊരു സെൻറ്റൻസ് കൊടുത്താൽ സിസ്റ്റം അത് റീഡ് ചെയ്യും. എന്നിട്ടാണ് അതിനാവശ്യമുള്ള കാര്യത്തിലോട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയാലും നിങ്ങളുടെ എന്ത് മേക്കിംഗ് ആയാലും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാനിങ്ങനെ അലക്സ് ഇസ് ഫാദർ ഓഫ് ഫെലിക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സിസ്റ്റം ഹാൻഡിൽ ചെയ്ത് നോക്കുക. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹൂ ഈസ് ദ ഫാദർ എന്നാണ്. അപ്പോൾ നമ്മളോട് ഉത്തരം നമ്മൾക്ക് കിട്ടുന്നത് ഉണ്ടോ, ഫാദർ ഈസ് ആരാണ്? അലക്സ് ആണ്. ഇനി രണ്ടാമത്തത് ആരാണ്? സണ്ണ്. ഹൂ ഈസ് എ സൺ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് കിട്ടുന്നത് എന്തായിരിക്കും? സൺ എന്ന് പറയുന്നത് നമ്മുടെ ഫെലിക്സ് ആണ്. എന്നൊക്കെ സിസ്റ്റം അനലൈസ് ചെയ്യുന്ന വഴിയാണ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് നമ്മൾ അലക്സ് എന്ന് പറയുന്നൊരു നോംസും അതുപോലെ ഫെലിക്സ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പേരുകളൊന്നും നോക്കണ്ട, മാത്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എടുക്കേണ്ടത്. ഇത് രണ്ടിനെയും നമുക്ക് ഒരു ഓർഡർ പെയർ പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതായത് മാത്സ് അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ട് അലക്സ്, ഫെലിക്സ് എന്നെടുക്കും. ഇവിടെ ഈ ഓർഡറിനാണ് നമ്മൾ ഓർഡർ പെയറിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് പറയുക. അപ്പോൾ ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ട് അലക്സ് ഫെലിക്സ് ഇട്ട് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ അലക്സ് ഇസ് ദ ഫാദർ ഓഫ് ഫെലിക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി ഈ പറയുന്ന ഓർഡർ ഇട്ടുള്ള പെയറിനെയാണ് ഓർഡർ പെയർ എന്ന് പറയുന്നത്. നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്ന എന്ത് ഇക്വേഷൻസ് എടുത്താലും x, y എന്ന് പറയുന്ന ഒരു ഓർഡർ പെയറാണ്. ഇവിടെ നിങ്ങൾക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ഒരു ഇൻപുട്ട് വാല്യൂ ആണ് എക്സ്, അതുപോലെ വൈ ആക്സിസിൽ ഒരു ഔട്ട്പുട്ട് വാല്യൂ ആണ് വൈ. ഇത് രണ്ടും ഒരു ഓർഡറാക്കി നിങ്ങൾ പഠിക്കുമ്പം ഓർഡർ പെയർ കിട്ടി. ഇവിടെ നോക്കി ഈ ഓർഡർ മാറ്റേഴ്സ് ഉണ്ടോ ഇൻ ഓർഡർ പെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ മാറ്റേഴ്സ് ഇൻ ഓർഡർ പെയർ എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ എക്സാമ്പിൾ പറയുമ്പം ഈ പറയുന്ന റിലേഷനുണ്ട് y=x². നമുക്കിനി പറയാൻ പോകുന്ന നിങ്ങൾ സ്കൂളിൽ പഠിച്ച നേരത്തെ ഫസ്റ്റിൽ പഠിച്ച ഒരു എക്സ്പ്രഷനാണ് വൈയും എക്സുമായിട്ടുള്ളൊരു ബന്ധം, നമ്മുടെ പരാബോളയൊക്കെ ആയിട്ട് കിട്ടുന്ന y=x². ഇവിടെ നോക്കി എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ y നമുക്ക് 4 ആണ്. അപ്പം കിട്ടുന്ന ഒരു ഓർഡർ പെയർ 2, 4 ആണ്. ഈ 2, 4 എന്നുള്ള ഓർഡർ പെയർ ഒരിക്കലും എന്തല്ല 4, 2 ഈക്വൽ അല്ല, അല്ലേ? കാരണം ചില എക്സിൻ്റെ വാല്യൂ ആണ് 2, വൈയുടെ വാല്യൂ 4 ആണ്. ഇവിടെ 4, 2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 4 എടുക്കുമ്പോൾ y ഒരിക്കലും 2 ആകുന്നില്ല. അപ്പോൾ 2, 4 എന്നുള്ള ഓർഡർ ആ പെയർ രണ്ട് ഒരിക്കലും 4, 2 അല്ല. ഓർഡർ പെയർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ഇനി അങ്ങോട്ട് നോക്കിയാൽ an ordered pair is written as a, b. ഒരു ബ്രാക്കറ്റും a, b എന്നും കൊടുക്കുമ്പോഴാണ് ഓർഡർ പെയർ കിട്ടുന്നത്. ഇതിൽ എയുടെ പ്ലേസ് എപ്പോഴും എന്തായിരിക്കും? ഫസ്റ്റ് എലമെൻ്റ് ആണ് എ വരിക.
അത് ഫസ്റ്റ് എലമെൻറ്റ്, ബി നമുക്ക് രണ്ടാമത്തെ എലമെൻ്റ് ആണ്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്. ഈ ഓർഡേഡ് പെയർ നമ്മളെ സംബന്ധിച്ച് ഒരു ഡെഫിനേഷൻ ഉണ്ട്. എ പെയർ ഓഫ് എലമെൻറ്റ് റിട്ടൺ ഇൻ എ പർട്ടിക്കുലർ ഓർഡർ ഈസ് കോൾഡ് ഓർഡേഡ് പെയർ. എന്നൊക്കെ ഓർഡർ പെയർ ഡെഫിനേഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. എ പെയർ ഓഫ് എലമെൻറ്റ്സ് ആർ ആൻഡ് സ്പെസിഫിക്കലി റിട്ടൺ ഇൻ എ പർട്ടിക്കുലർ ഓർഡർ, അതിനെയാണ് ഓർഡർ പെയർ എന്ന് പറയുക. ഇവിടെ ഓർക്കേണ്ടത് എയും ബിയും സിയും ഡിയും ഒക്കെ ഡിഫറൻ്റ് ആണെന്ന് വെച്ചു, എല്ലാം 5, 4, 3, 7 എന്നൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ പെയർ ഒരിക്കലും എന്താകത്തില്ല, ഈസ് നോട്ട് ഇക്വൽ ബി എ, തിരിച്ചെഴുതാൻ പറ്റില്ല. ഇനി തുല്യമാണെന്ന് വന്നാലോ എ ബി ഇസ് ഇക്വൽ സി ഡി എന്ന് എഴുതിയാൽ ദെൻ എയും സിയും ഈക്വലായിട്ട് മാറും. ഇതാണ് ഓർഡർ പെയറിൻ്റെ റൂള്. അപ്പോൾ ഓർഡർ പെയർ എഴുതി കഴിയുമ്പം ഈ 2 കണ്ടീഷൻ ഉണ്ടെന്ന് നിങ്ങൾ സ്പെസിഫിക്കലി മനസ്സിൽ ഉറപ്പിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഈ ഉറപ്പാണ് മാത്സ് ഡെവലപ്പ് ചെയ്യുന്നത്. മാത്സ് പഠിക്കുമ്പം അത്തരം ചില ഉറപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് അത് ബ്രെയിനെ അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 11th കഴിഞ്ഞെന്ന് കിട്ടി. സോ കൺസിഡർ 2 സെറ്റ് എ ആൻഡ് ബി വേർ എ ഇസ് ഇക്വൽ 1 2 3 ആൻഡ് ബി ഇസ് ഇക്വൽ എ ബി സി. നമ്മൾ ഒരല്പം കൂടി മോഡർണൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുൾ ഡിഫൈൻഡ് സെറ്റ് ഉണ്ട്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഈസ് നോൺ ആസ് സെറ്റ് എ 1 2 3 ആൻഡ് ബി സെറ്റ് എ ബി സി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓർഡർ പെയർ എടുക്കാൻ പറ്റും. എയുടെ എലമെൻറ്റ് 1ഉം ബിയുടെ എലമെൻറ്റ് 2. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേക്ക് 1 കൊണ്ട് എടുക്കാവുന്ന 1B 2A 3A എന്ന് പറയാൻ എയുടെ എലമെൻറ്റ് ഞാൻ എപ്പോഴും എടുത്തേക്കുന്നത് 1 2 3 ഫസ്റ്റ് പ്ലേസിലും ഈ പറയുന്ന ക്യാപിറ്റൽ ബിയുടെ എലമെൻറ്റ് ഞാൻ സെക്കൻഡ് പ്ലേസിൽ എടുക്കുന്നതിനൊക്കെ ഓർഡേഡ് പെയർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇഷ്ടംപോലെ ഓർഡർ പെയർ ഉണ്ടാക്കാം. ഈ ഓർഡർ പെയർ എടുക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ സച്ച് ഓർഡർ പെയർസ്. എന്താണ് ഈ സച്ച് ഓർഡർ പെയർസ്? അതിലൊരു ഓർഡർ ഉണ്ട്. എയിലെ എലമെൻറ്റുകളെല്ലാമാണ് ഞാൻ ആദ്യം എഴുതിയേക്കുന്നത്, ബിയിലൊക്കെ രണ്ടാം എഴുതിയേക്കുന്നു. അങ്ങനെ എടുക്കുന്ന ഓർഡർ പെയറുകൾക്ക് ഇനി അങ്ങോട്ട് വിളിക്കേണ്ട പേര്, എന്തിനാ പേരിടുന്നേ? നിങ്ങൾക്ക് പേരിട്ട് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നിങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ 2 പേരിരിക്കുക, ഈ പേരും ആ പേരും ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞതുപോലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ള പേര് അതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒന്നാമത്തതും രണ്ടാമത്തതും കൂടെ ആയിട്ടുണ്ടാക്കാവുന്ന മുഴുവൻ എലമെൻ്റ് സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയറാ. ഇതിനെ ഇനി അങ്ങോട്ട് എ ക്രോസ് ബി എന്നുള്ള എന്നൊക്കെ മാത്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുണ്ട്. ഇവിടെ ഇൻറ്റു ഇട്ട് കാണിച്ചിട്ടത് അത് ക്രോസ് എന്നാണ് വായിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടീച്ചറുകൾ അപ്ഡേറ്റ് ചെയ്യും, അത് ഇൻറ്റു എന്നല്ല വായിക്കേണ്ടത്, അത് ക്രോസ് എന്ന് വായിക്കണം. അപ്പോൾ യെസ് ടീച്ചർ, ഞങ്ങൾ ഇനി അങ്ങോട്ട് അതിനെ കണ്ടാൽ ക്രോസ് എന്ന് വായിച്ചോളാം. ആ ക്രോസ് എന്ന് വായിക്കുമ്പം ഞങ്ങളുടെ ബ്രെയിനിൽ എന്തായിരിക്കണം? സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർസ് ഫ്രെയിംഡ് ഔട്ട് ഓഫ് എ ആൻഡ് ബി. എന്നിട്ട് അത് വെച്ച് എഴുതുന്ന ശീലമുണ്ട്. ആ ശീലം നിങ്ങളെ പഠിക്കുമ്പം യു സ്റ്റഡി ദാറ്റ് വാട്ട് ഇസ് എ ക്രോസ് ബി. ഇത്രയേ ഉള്ളൂ. എ ആൻഡ് ബി ബി 2 നോൺ എം ഡി സെറ്റ് ആൻഡ് എ ഇഫ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആൻഡ് ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ 11th പഠിച്ച ഡെഫിനിഷൻ ഞാൻ എടുത്ത് കാണിച്ചത് ഒരു സ്ലൈഡായിട്ട് കാണിച്ചതേ ഉള്ളൂ. എനിക്ക് എ എന്ന് പറയുന്നത് എയിൽ ഒരു എലമെൻ്റ് ആയിരിക്കണം, ബി എന്നുള്ളത് അങ്ങനെയും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എലമെന്റ് ഓഫ് ദ ഫോം എ കമ ബി ഈസ് കോൾഡ് അൻ ഓർഡർ പെയർ. ഇങ്ങനെ എഴുതുന്ന മുഴുവൻ ഓർഡർ പെയറുകളെയും കൂടി കളക്ട് ചെയ്താൽ അതിന് വിളിക്കുന്ന പേര് എന്താ? എ ക്രോസ് ബി എന്നാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ 11th പഠിച്ച എ ക്രോസ് ബി. എ ക്രോസ് ബി വിത്ത് സെറ്റ് നോൺ എം ഡി സെറ്റ്. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ആൻഡ് ബി ഈസ് ഡിനോട്ട് ബൈ എ ക്രോസ് ബി, റീഡ് ആസ് എ ക്രോസ് ബി ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ. ആൻഡ് എ ക്രോസ് ബി നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാലോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ എ ആൻഡ് ബി നോൺ എം ഡി സെറ്റ് റിലേഷൻ ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് വാട്ട്? സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയും. ഇവിടെ എ ക്രോസ് ബി ഫുൾ ഓർഡർ പെയറുകളാണെങ്കിൽ എനി സബ്സെറ്റ് ഓഫ് ഓർഡർ പെയർ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. ഇനി നോക്കി നമ്മുടെ റിലേഷൻ, നമ്മൾ പറഞ്ഞ റിലേഷനിലോട്ട് കിടക്കുക. ഡെഫിനേഷൻ നിങ്ങളുടെ ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിക്കോണം. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? എയും ബിയും 2 നോൺ എം ഡി സെറ്റ് ആവുകയും റിലേഷൻ ഫ്രം എ ടു ബി എ നിങ്ങൾ എന്തായിട്ട് വിളിക്കാം? സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അതിന് റിട്ടേൺ ചെയ്യുന്നത് സിംബോളിക്കലി ഇങ്ങനെ പറയും, ആർ ഫ്രം എ ടു ബി. ഉണ്ടോ? ഇതാണ് അത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അതിൻ്റെ കൗണ്ടാണ് നമ്മൾ പറയുക. റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എ ആണ്. റിലേഷൻ ഓൺ എ ഇത് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ എടുക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് എ 1 2 3 എടുത്തു കഴിഞ്ഞാൽ ഒരു റിലേഷനായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നേരത്തെ എഴുതി കാണിച്ചതാണ്. ഇതിൻ്റെ ഏതൊരു സബ്സെറ്റ് നിങ്ങൾ എടുത്താലും ശരി നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? റിലേഷനായിട്ട് പറയാൻ പറ്റും. ഇതെല്ലാം എക്സാമ്പിൾ ഓഫ് റിലേഷൻസ് ആണ്. അത് 1 3 ആകാം, 2 4 എല്ലാം ആണ് നിർബന്ധമില്ല, എല്ലാം ആയാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ റിലേഷനാണ്. സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിട്ടാണ് വരിക. ഇനി എക്സാമ്പിൾസ് ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി ആണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഒരു റിലേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. ഡൊമെയിൻ എ ആയിരിക്കണം, എന്നാൽ സബ്സെറ്റ് ആയിരിക്കണം ബി. അതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പറയും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്ന രീതി. അപ്പോൾ എഴുതാൻ പറ്റും ഈ എല്ലാ എലമെൻറ്റും ഉണ്ട്, എന്നാലും മറ്റേ സബ്സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഇത് റിലേഷനാണ്. വേറെ റിലേഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ 1 2 3 ആണ്. എ ഉണ്ട്, ഡൊമെയിൻ എ ഉണ്ട്, റേഞ്ച് ഇത് രണ്ടുമാണ് വരുന്ന എക്സാമ്പിളായിട്ടുള്ളത്. ഇനി അടുത്ത റിലേഷൻ ഞാൻ പറഞ്ഞത് ഡൊമെയിൻ എ അല്ല, റേഞ്ച് സബ്സെറ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമ്പിൾ 1 4 2 5 ആണ്. ഇതിൻ്റെ അകത്ത് സബ്സെറ്റ് ആണ് ഡൊമെയിൻ്റെ അകത്തുള്ളത്, തിരിച്ചു വരികയും ചെയ്യും.
ഒരു ഡൊമൈൻ നമുക്ക് 1 to നോട്ടിക്കൽ എ ആണ്, അതിൻ്റെ റേഞ്ച് നമുക്ക് സബ്സെറ്റ് ഓഫ് ബി ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷനോട്ട് എത്തുമ്പോൾ നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കിലോട്ട് എത്തും. അതിൽ ഒന്നാമത്തത് കണ്ടോ, എംപ്റ്റി റിലേഷനിലോട്ട് നമ്മൾ കിടക്കുക. എന്താ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്? എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷന് നോ എലമെൻ്റ് ആണ്. കണ്ടോ, എ സെറ്റ് ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ ഹാസ് നോ എലമെൻ്റ് എന്നാണ്. അപ്പോൾ ആറ് നൾ സെറ്റ് ആയിട്ട് വരും, പക്ഷേ എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. എ നമുക്ക് എലമെൻ്റ് ഉണ്ടാവും, പക്ഷേ എ ക്രോസ് എ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അതിൽ നിന്ന് എലമെൻ്റ് ഇല്ലാത്ത എടുക്കുമ്പോൾ അതിനെ എംപ്റ്റി റിലേഷൻ എന്ന് പറയും. എന്നാൽ അടുത്തത് വരുന്ന റിലേഷൻ നമുക്ക് ഐഡൻറ്റിറ്റി റിലേഷനാണ്. ഐഡൻറ്റിറ്റി പറഞ്ഞാൽ ആ എക്സും വൈ ഒരുപോലെ തന്നെ നിൽക്കുക. അപ്പോൾ അവിടെ നമുക്ക് റിലേഷൻ ഇൻ എ സെറ്റ് എ കോൾഡ് ഐഡൻറ്റിറ്റി ആകുന്നത് എപ്പോഴും എക്സും വൈ ഈക്വൽ ആകുമ്പോഴാണ്. ഞാൻ എക്സാമ്പിളോട്ട് നിങ്ങളോട് കിടക്കാം. എ എന്നുള്ള കണ്ടീഷൻ നമുക്ക് എ എന്ന് പറയണം. എനിക്ക് എലമെൻ്റ് എയിൽ എടുക്കും, പക്ഷേ ഓർഡർ പെയർ സെയിമാണ്. 1 1 എന്നെടുക്കുക, 2 2 വരിക, 3 3 വരിക, അങ്ങനെയൊക്കെയുള്ള റിലേഷൻ ഐഡൻറ്റിറ്റി റിലേഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എ നമുക്ക് 1 2 3 1 2 4 ആണെങ്കിൽ 1 1 2 2 അത് 4 4 എന്നൊക്കെ 3 3യുടെ എലമെൻ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഐഡൻറ്റിറ്റി റിലേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷനാണ്. യൂണിവേഴ്സൽ റിലേഷൻ പറയുമ്പം നമുക്ക് ഓർക്കുക, മുഴുവൻ എലമെൻറ്റുകൾ അതിൻ്റെ അകത്ത് പറയണം. എന്നൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, എ ക്രോസ് എ നമ്മൾ പറയുമ്പം കിട്ടുന്നത് എല്ലാ ഓർഡർ പെയറുമാണ്. എന്നാൽ റിലേഷൻ പറയുമ്പോൾ നീഡ് നോട്ട് ബി ടേക്കൺ ഓൾ ഓർഡർ പെയറാണ്. ഈ യൂണിവേഴ്സൽ റിലേഷൻ പറയുമ്പോൾ ഓർത്തേക്കണം, അതിൻ്റെ അകത്ത് എ ക്രോസ് എയിലുള്ള മുഴുവൻ എലമെൻറ്റുകളുമാണ് നമ്മൾ എടുത്ത് പറയേണ്ടി വരുന്നത്. എവറി എലമെൻറ്റ് ഷുഡ് ബി കണക്റ്റഡ് ആസ് ഇൻ ദ ഫോം ഓഫ് എ റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു യൂണിവേഴ്സൽ റിലേഷനായിട്ട് മാറി. അതിനെയാണ് നമ്മൾ ആ ഡെഫിനേഷനിൽ കൂടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. 2 3 ആണെങ്കിൽ നോക്കി 2 3 ഉപയോഗിച്ചുകൊണ്ട് എടുക്കാവുന്ന മുഴുവൻ ഓർഡർ പെയറും യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ടാവും. 2 2 ഉണ്ടാവും, 2 3 ഉണ്ടാവും, ഒരു 3 2 ഉണ്ടാവും, 3 3 ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതെടുത്താൽ ഒരു യൂണിവേഴ്സൽ റിലേഷനാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഓർഡർ പെയറുകളുടെ ബേസ്, ആ ഓർഡർ പെയർ കൃത്യതയോടെ നിങ്ങളുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് അടുത്ത ക്ലാസ് നിങ്ങൾ നോക്കുമ്പം നമുക്ക് ഫണ്ടമെൻ്റലി നിങ്ങളുടെ സെക്കൻഡ് ഇയർ 2ാം വർഷത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് എത്താൻ പറ്റും. 2ാം വർഷത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഈ ഓർഡർ പെയറിൻ്റെ ചില പ്രത്യേകതയിൽ ഒന്നിക്കൊണ്ടാണ്. അതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫസ്റ്റ് ഇയറിലെ ക്ലാസ് തന്നെയാണ്. അതിന് നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയ ക്ലാസ് മാത്രമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്.